ഇന്നത്തെ ഗോസ്പലിൽ 5,5000 പേർക്ക് മുറിച്ച് വിളമ്പി കൊടുക്കുന്ന സംഭവമാണ്. ഇതിൽ ഈശോക്ക് ആ ജനങ്ങളുടെ അനുകമ്പ തോന്നുന്നുണ്ട്. ഈശോയെ പോലെ തന്നെ ശിഷ്യന്മാർക്ക് ആ ജനങ്ങളുടെ അനുകമ്പ തോന്നുന്നുണ്ട്. ശിഷ്യന്മാരുടെ അനുകമ്പ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. ഈശോ സമയം നോക്കാതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇടപെട്ടിട്ട് പറയണ്ടേ, സമയം വൈകി, ഇത് വിജനപ്രദേശങ്ങളിലൂടെ ഒന്നും കിട്ടത്തില്ല, അവർ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോയി ഭക്ഷണം വാങ്ങിക്കണമെങ്കിൽ സമയം വേണം, ഇപ്പോൾ പ്രസംഗം നിർത്ത്, അവരെ പറഞ്ഞു വിട്. അപ്പോൾ ഈശോ പറഞ്ഞു, അത് നിങ്ങൾ തന്നെ കൊടുക്ക്. ഞങ്ങളാ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് നോക്കിയേ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പം 2 മീനേ ഉള്ളൂ, അത് മതി. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ഈ ലോകത്തിൻ്റെ പോക്കിനെക്കുറിച്ച് സങ്കടപ്പെടുന്ന ആൾക്കാരാണ്. ഇവിടെ ഒന്നും ശരിയല്ല, ഗവൺമെൻറ് ശരിയല്ല, റോഡുകൾ ശരിയല്ല, ഒന്നും ശരിയല്ല എന്ന് കംപ്ലൈൻറ്റ് പറയാത്ത ആരാളേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈശോ നമ്മോട് പറയാണ്, യു ഫിക്സ് ഇറ്റ്. ഞങ്ങളാ? യു ഫിക്സ് ഇറ്റ്. നീ തുടങ്ങ്, ബാക്കി ഞാൻ എടുത്തോളാം. നീ തുടങ്ങ്, ബാക്കി ഞാൻ ചെയ്തോളാം. ഇതാണ് അത്ഭുതം. കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ നൽകുന്നൊരു സ്റ്റോറി വായിച്ചു. കാൾ ബുഷ്ബി എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം ലോകം ചുറ്റിക്കറങ്ങാണ്, നടന്നുകൊണ്ട് ചുറ്റിക്കറങ്ങാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് അയാൾ നടക്കുകയാണ്. ഈ വർഷം പകുതിയോടുകൂടി ഈ മനുഷ്യനത് കംപ്ലീറ്റ് ചെയ്യും. ലോകം ചുറ്റിക്കറങ്ങുന്നു നടന്നുകൊണ്ട്. ഇദ്ദേഹത്തോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, എന്താ ലെസൺ ലോകത്തോട് കൊടുക്കുന്നത്? ആൾ പറഞ്ഞു, ഡു നോട്ട് അഫ്രെയ്ഡ്, ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, മേക്ക് ഇറ്റ് ഹാപ്പൻ.